നമസ്കാരം. സദ്യ കഴിച്ചു കഴിഞ്ഞാൽ മിക്കവർക്കും ക്ഷീണം, തളർച്ച, മയക്കം, അധികമായിട്ടുള്ള വിയർപ്പ്, വയറുപെരുക്കം തുടങ്ങിയവ ഉണ്ടാകാറുണ്ട്. ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി VS, ചീഫ് മെഡിക്കൽ ഓഫീസർ, ശ്രീഹരി ആയുർവേദ ക്ലിനിക്കൽ പഞ്ചകർമ്മ സെന്റർ, പള്ളിമുക്ക്, ഓടനാവട്ടം. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ 6 ടേസ്റ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ മധുരം ചേർന്ന ആഹാരം ആദ്യം കഴിക്കണമെന്നും പുളിയും ഉപ്പും ചേർന്നത് മധ്യത്തിൽ കഴിക്കണമെന്നും എരിവ്, കയ്പ്, ചവർപ്പ് മുതലായവ അവസാനം കഴിക്കണം എന്നുമാണ് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ക്രമം നിർദ്ദേശിച്ചിരിക്കുന്നത് തന്നെ നമ്മുടെ ദഹന പ്രക്രിയയെ ശരിയായി നിലനിർത്തുവാൻ വേണ്ടിയാണ്. സാധാരണ സദ്യയിലെല്ലാം അവസാനമായിട്ടാണ് മധുരം വിളമ്പാറുള്ളത്. മധുരം പ്രകൃത്യാ തന്നെ ശരീരത്തെ നറിഷ് ചെയ്യുന്നതാണ്. അതുപോലെ ഉള്ളിൽ ചെല്ലുമ്പോൾ അത് ശരീരത്തിന് നല്ല തണുപ്പുണ്ടാക്കുന്നതും ദഹിക്കാൻ പ്രയാസമുള്ളതുമാണ്. സദ്യയിലുള്ള ബാക്കി ആഹാരങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ ഒരുവിധം കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ മധുരം കഴിക്കുന്നത്. ഈ മധുരം നമ്മുടെ ദഹനശക്തിയെ വീണ്ടും സപ്രസ് ചെയ്യുന്നു. ഇത് കാരണം ഈ ഫുഡ് പാർട്ടിക്കിൾസ് നമ്മുടെ ചെറുകുടലിൽ വിഘടിക്കാതെ കിടക്കുകയും വൻകുടലിൽ എത്തുമ്പോൾ അവിടെ ഫെർമെന്റേഷൻ നടക്കുകയും ചെയ്യുന്നു. ഈ ഫെർമെന്റേഷന്റെ ഫലമായി ഗ്യാസ് ഉണ്ടാവുകയും അത് വയറുപെരുക്കത്തിന് കാരണമാവുകയും ചെയ്യുന്നു. മാത്രമല്ല, ഈ ആഹാരം ദഹിപ്പിക്കുവാനായി നമ്മുടെ മെറ്റബോളിക് റേറ്റ് കൂടുകയും ശരീര ഊഷ്മാവും ഒപ്പം തന്നെ ഗട്ടിലോട്ടുള്ള ബ്ലഡ് സപ്ലൈയെ കൂട്ടുകയും ചെയ്യുന്നു. ഇത് താൽക്കാലികമായി നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്ന ബ്ലഡിന്റെ അളവ് കുറയ്ക്കുന്നു. അതിനാലാണ് അധികമായ വിയർപ്പ്, തളർച്ച, മയക്കം എന്നിവ അനുഭവപ്പെടുന്നത്. ഇതൊക്കെയും ഒഴിവാക്കാൻ വേണ്ടിയാണ് ആദ്യമേ തന്നെ മധുരരസം കഴിക്കണമെന്ന് ആയുർവേദത്തിൽ നിഷ്കർഷിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ മധുരം കഴിക്കുമ്പോൾ നമ്മുടെ വായിലുള്ള ഡൈജസ്റ്റീവ് എൻസൈംസിനെ എല്ലാം സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഡൈജഷൻ പ്രോപ്പർ ആക്കുകയും ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.